എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിൽ പ്രതി ഷാറൂഖ് സൈഫി മതഭീകരവാദിയെന്ന NIA കാഫിറുകളെ കൊന്നൊടുക്കുകയായിരുന്നു ലക്ഷ്യം. രക്തരൂക്ഷിത ജിഹാദിന് ഷാറൂഖ് ശ്രമിച്ചു എന്നും NIA കോടതിയിൽ അറിയിച്ചു. തീവ്ര ഇസ്ലാം മതപ്രചാരകരെ ഷാറൂഖ് സൈഫി പിന്തുടർന്നു. ഷാറൂഖിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് നിർണായകമായ വിവരങ്ങളുള്ളത്. ജാമ്യാപേക്ഷ കൊച്ചി NIA കോടതി തള്ളിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി ജിജീഷ് ഉണ്ട്. ജിജീഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? കേരളം മതഭീകരവാദത്തിൻ്റെ എത്രമാത്രം ശക്തി കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ മതഭീകരവാദം അതിൻ്റെ വേരുകൾ എത്രമാത്രം ആഴത്തിൽ പടർന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ ഷാറൂഖ് സൈഫി, കാരണം ട്രെയിൻ ഭീകരാക്രമണ കേസിലെ മുഖ്യ പ്രതിയാണ്, ഒരേ ഒരു പ്രതിയാണ്. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കടുത്ത മതഭീകരവാദിയായിരുന്നു എന്നും മറ്റ് മതസ്ഥർ അല്ലെങ്കിൽ തൻ്റെ മതവിശ്വാസം പിന്തുടരാത്ത ആളുകളെല്ലാം കാഫിറുകളാണ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ അവിശ്വാസികളായ ആളുകളെ അല്ലെങ്കിൽ അവിശ്വാസികളായ ആളുകൾ ഇയാളുടെ രീതിയിൽ പറയുമ്പോൾ കാഫിറുകളായ ആളുകൾ അവരെ കൊന്നൊടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് ട്രെയിനിൽ ആക്രമണം നടത്തുന്നത്. 2023 ഏപ്രിൽ 2 ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് പോകുന്നത്. അവിടെ തീവെപ്പ് നടത്തുകയും പൊള്ളലേറ്റ പല ആളുകളും പുറത്തേക്ക് ചാടുകയും എല്ലാം ചെയ്തു. അങ്ങനെ 3 പേരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത്. മറ്റ് നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. കൃത്യമായ ആസൂത്രണത്തോട് തന്നെയാണ് ഈ ഷാരൂഖ് സൈഫി ഇക്കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നും തീവ്ര മത പ്രഭാഷകരുടെയും പ്രചാരകരുടെയും എല്ലാം പ്രഭാഷണങ്ങൾ നിരന്തരമായി കേട്ടിരുന്ന, അവരെ പിന്തുടർന്നിരുന്ന ആളാണ് ഷാരൂഖ് സൈഫി എന്ന് ഇയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട് എന്നുമാണ് ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നത്. രക്തരൂക്ഷിതമായ ജിഹാദ് ആണ് ഷാരൂഖ് ശ്രമിച്ചത്. കാരണം നേരത്തെ സമാനമായ ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ അതിന് ശ്രമിച്ചിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധനത്തിന് ശേഷം ഭീകരവാദ സംഘങ്ങളെ നിരോധിച്ചതിന് ശേഷം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇത്തരത്തിൽ രക്തരൂക്ഷിത കലാപമായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഡൽഹിയിൽ നിന്ന് ഷാരൂഖ് സൈഫി കേരളത്തിലേക്ക് എത്തുന്നത്. ഈ എത്തുന്ന സമയത്ത് ഇയാളുടെ കൈവശം നിരവധി പേപ്പറുകളുണ്ടായിരുന്നു. ആ പേപ്പറുകളിൽ നിരവധി സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ എത്തേണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ കടന്നു പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം മാത്രമല്ല, മറ്റു നിരവധി ആക്രമണങ്ങൾ കൂടി ഷാരൂഖ് സൈഫി ലക്ഷ്യമിട്ടിരുന്നു എന്ന ചില സൂചനകളായിരുന്നു തുടക്കത്തിൽ ലഭിച്ചിരുന്നത് എങ്കിൽ അതിലേക്ക് നീളുന്ന ഒരു വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി 2023 തന്നെ കുറ്റപത്രം സമർപ്പിച്ചത്. അതിനുശേഷം വിചാരണ നീളുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യത്തിന് അർഹതയുണ്ട്, തനിക്ക് ജാമ്യം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് NIAയുടെ കൊച്ചി പ്രത്യേക കോടതിയെ ഷാരൂഖ് സൈഫി സമീപിക്കുകയായിരുന്നു. ഇയാൾ ചൂണ്ടിക്കാണിച്ചത് വിചാരണ അനന്തമായി നീളുകയാണ് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ജാമ്യം നൽകണം. മാത്രമല്ല താൻ ഈ കൊലപാതകത്തിൽ തൻ്റെ പങ്കാളിത്തം വ്യക്തമാകുന്നില്ല. തീ പൊള്ളലേറ്റ ആളുകൾ പുറത്തേക്ക് ചാടിയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതിനെ എതിർത്തുകൊണ്ട് ഈ ഷാരൂഖ് സൈഫിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയിൽ നൽകിയിരിക്കുന്ന വിശദമായ റിപ്പോർട്ടിലാണ് NIA ഭീകരവാദത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചും ഷാരൂഖ് സൈഫിയുടെ പങ്കാളിത്തത്തെക്കുറിച്ചും ഷാരൂഖ് സൈഫി ഭീകരവാദ ആശയ പ്രചാരകനായിരുന്നുവെന്നും ഭീകരാക്രമണങ്ങൾ തന്നെ ഇയാൾ കൂടുതൽ ലക്ഷ്യമിട്ടിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അവിശ്വാസികളെ കൊന്നത് പാപമോചനത്തിനാണ് എന്നൊരു മൊഴി അല്ലെങ്കിൽ അത്തരം വിവരമാണ് NIAക്ക് അന്വേഷണത്തിൽ ലഭിച്ചിരുന്നത്. തൻ്റെ പാപമോചനങ്ങൾക്ക് അത്തരം പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു മതചിന്താഗതിക്കാരനായ തീവ്ര മതചിന്താഗതിക്കാരനായ വ്യക്തിയായിരുന്നു ഷാരൂഖ് സൈഫി. അതുകൊണ്ട് തന്നെ മറ്റ് ആളുകളെ അല്ലെങ്കിൽ തൻ്റെ മതവിശ്വാസം പിന്തുടരാത്ത ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് തനിക്ക് പാപമോചനം ലഭിക്കുമെന്ന ഒരു വിശ്വാസമായിരുന്നു ഇയാളെ നയിച്ചിരുന്നത്. ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി പദ്ധതികൾ ആസൂത്രണം ചെയ്തു. അങ്ങനെയാണ് ഏലത്തൂരിൽ ട്രെയിൻ ഭീകരാക്രമണ കേസിലേക്ക് ഇയാൾ എത്തുന്നത്. മാത്രമല്ല വിദ്വേഷ മതപ്രാസംഗികനായ സക്കീർ നായിക്കിൻ്റെ പ്രസംഗങ്ങൾ ഇയാൾ നിരന്തരമായി കേട്ടിരുന്നു. അത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ്, അതിൻ്റെ ഡിജിറ്റൽ സൈബർ ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയായപ്പോഴാണ് അത്തരമൊരു വിവരം ലഭിച്ചത്. മാത്രമല്ല പാകിസ്ഥാനിലെ മതഭീകര നേതാക്കളിൽ പലരെയും ഇയാൾ തുടർച്ചയായി തന്നെ പിന്തുടരുന്നു.
അതിൻ്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. നിരവധി മതഭീകര നേതാക്കളെ ഇയാൾ പിന്തുടർന്നതിൻ്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അങ്ങനെ ആസൂത്രിതമായി നടത്തിയ ആക്രമണമാണ്. ഷാരൂഖ് സൈഫി ഒരു മതഭീകരവാദിയാണ്. ഇയാളുടെ ലക്ഷ്യം ഒരു ജിഹാദായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് NIA ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിനെ ഗൗരവമായി എടുത്തുകൊണ്ടും NIAയുടെ കണ്ടെത്തലുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുമാണ് കൊച്ചി ട്രെയിൻ ഭീകരാക്രമണ കേസിൽ നിർണായകമായ വിവരങ്ങളാണ് NIA കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കാഫറുകളെ കൊന്നൊടുക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. ഇയാൾ ഭീകരവാദിയാണ്, രക്തരൂക്ഷിത ജിഹാദിനാണ് ഷാരൂഖ് ശ്രമിച്ചത് എന്ന് NIA കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ജിജീഷ് കരുണാകരനാണ്.